قال الله تعالى في الكتاب العزيز الحكيم أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا كونوا قوامين لله شهداء بالقسط ولا يجرمنكم شنآن قوم على ألا تعدلوا اعدلوا هو أقرب للتقوى واتقوا الله إن الله خبير بما تعملون صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والعاقبة للمتقين والحمد لله رب العالمين. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അതിലംഘിക്കാതെ വ്യക്തിജീവിതത്തെയും കുടുംബജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ജീവിതത്തിലുടനീളം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങളനുസരിച്ച് ജീവിക്കുവാനും അവസാനം കാമിലായ ഈമാനോടുകൂടി ഈ ലോകത്ത് നിന്ന് വിട പറയുവാനും നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അംബിയാ മുർസലീങ്ങളോടൊപ്പം സന്തോഷം കഴിഞ്ഞുകൂടുവാനുമുള്ള തൗഫീഖ് നൽകി അർഹമുർ-റഹീമീനായ റബ്ബ് നമ്മെല്ലാവരെയും എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, കഴിഞ്ഞ ഏതാണ്ട് 3-4 ആഴ്ചകളിലായി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വളരെ ശക്തമായ വലിയ തോതിലുള്ള രാഷ്ട്രീയ കോലാഹലങ്ങൾ, ചർച്ചാ കോലാഹലങ്ങൾ നടക്കുന്നത് നമ്മൾ മീഡിയകളിലൂടെയും മാധ്യമങ്ങളിലൂടെയും ഒക്കെ അറിഞ്ഞിട്ടുണ്ടാകും, വായിച്ചിട്ടുണ്ടാകും. മുഖ്യമായും ആ ചർച്ചകൾ നടക്കാനുള്ള പല കാരണങ്ങളുണ്ട്. കേവലം ഒരു ഉപതെരഞ്ഞെടുപ്പിന് ഇത്രയും വലിയ ചർച്ചകളൊന്നും സാധാരണ നടക്കാറില്ല. ഈ തെരഞ്ഞെടുപ്പ് ഇത്തരം വലിയ തോതിലുള്ള ചർച്ചകൾക്ക് കാരണമാകാൻ പല കാരണങ്ങളുണ്ട്. അതിൽ 1-2 കാരണങ്ങൾ. ഒന്നാമത്തേത്, നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഹിന്ദുത്വ വർഗീയ ഫാസിസത്തിൻ്റെ നാവായി നിന്നിരുന്ന ശ്രീ സന്ദീപ് വാര്യർ അവിടം ഉപേക്ഷിച്ച് കോൺഗ്രസിൽ മെമ്പർഷിപ്പ് എടുത്തതാണ് ഒരു കാരണം. അദ്ദേഹത്തിൻ്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ, വെറുപ്പിൻ്റെ അങ്ങാടിയിൽ നിന്ന് സ്നേഹത്തിൻ്റെ കടയിൽ അദ്ദേഹം കയറിപ്പറ്റിയതുമായി ബന്ധപ്പെട്ടാണ് വലിയ തോതിലുള്ള ഒരു ചർച്ച നടന്നത്. അദ്ദേഹത്തിൻ്റെ കോൺഗ്രസ് പ്രവേശനം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടത്ര രസിച്ചില്ല, സുഖിച്ചില്ല. മറ്റൊരു സംഗതി, ഇദ്ദേഹം കോൺഗ്രസിൽ അംഗത്വം എടുത്തതിന് ശേഷം തൊട്ടുടനെ സന്ദർശിച്ചത് ബഹുമാന്യനായ സാദിഖ് അലി ശിഹാബ് തങ്ങളെയാണ്. അദ്ദേഹത്തിൻ്റെ ആ സന്ദർശനം നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രിക്ക് തീരെ പിടിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, പണ്ടത്തെ തങ്ങന്മാരെ പോലെ അല്ല സാദിഖ് അലി തങ്ങൾ, ജമാഅത്തെ ഇസ്ലാമിയുടെ അനുയായിയെ പോലെയാണ് പെരുമാറുന്നത് എന്ന ഒരു പ്രസ്താവന അദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പ് പ്രഭാഷണ മധ്യേ നടത്തി. ഈ വിമർശനം മുസ്ലിം ലീഗിനെ വല്ലാണ്ട് പ്രകോപിതമാക്കി. അവരുടെ ഭാഗത്ത് നിന്ന് തീരെ സഹിക്കാൻ കഴിയാത്ത വിധമുള്ള രാഷ്ട്രീയ പ്രതികരണത്തിന് പകരം അതിലപ്പുറം കടന്നുള്ള ചില പ്രതികരണങ്ങൾക്ക്, അഥവാ സാദിഖ് അലി ശിഹാബ് തങ്ങൾ വിമർശനത്തിന് അതീതനാണ്, അദ്ദേഹത്തിന് അങ്ങനെയൊന്നും വിമർശിക്കാൻ പാടില്ല എന്ന് പൊതുജനത്തിന് തോന്നുന്ന വിധത്തിലുള്ള പ്രതികരണങ്ങളാണ് മുസ്ലിം ലീഗിൻ്റെ ചില പ്രഭാഷകരുടെ ഭാഗത്തു നിന്ന് വന്നത്. ഞാൻ പറയുന്ന ഇത്തരം വിഷയങ്ങളെ എപ്പോഴും ആളുകൾ നോക്കിക്കാണുന്നത് അവനവൻ്റെ രാഷ്ട്രീയ പക്ഷപാതിത്വ മനസ്സോടുകൂടിയാണ്. അത് മുസ്ലിങ്ങളും അല്ലാത്തവരും, മുസ്ലിങ്ങളിൽ തന്നെ നമസ്കരിക്കുന്നവരും, ഇസ്ലാമികമായിട്ടൊക്കെ ജീവിക്കണം എന്ന് വിചാരിക്കുന്ന ആളുകളൊക്കെ തന്നെ ഇത്തരം പൊളിറ്റിക്കൽ ഇഷ്യൂ വരുമ്പോൾ അവിടെയെല്ലാം
നീതിപരമായി എങ്ങനെ അതിനെ വിലയിരുത്തണം, സമീപിക്കണം, ഇസ്ലാമികമായി അതിനെ എങ്ങനെ നോക്കിക്കാണണം, സമീപനങ്ങൾ രൂപപ്പെടുത്തണം എന്ന് ചിന്തിക്കാറില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ചിന്തിച്ച് കളയുന്നത് അത് രാഷ്ട്രീയമല്ലേ, അത് തൻ്റെ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി സംസാരിക്കുക, അതാണ് എൻ്റെ ബാധ്യത എന്ന് തോന്നുന്ന വിധത്തിൽ അതിനുവേണ്ടി എന്ത് തൻ്റെ മനസ്സിൽ ബോധ്യപ്പെട്ടത് എന്താണെങ്കിലും പറയുന്നത് മറ്റൊന്നായി മാറുന്ന ഒരു രീതി രാഷ്ട്രീയക്കാർ, പാർട്ടി പ്രവർത്തകർ, പാർട്ടി അനുഭാവികൾ ഒക്കെ പ്രകടിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ രാഷ്ട്രീയത്തെക്കുറിച്ച്, എന്താണ് രാഷ്ട്രീയം, അത് വലിയൊരു ഇബാദത്താണ് എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞു വച്ചത്. പക്ഷെ ആളുകൾ പൊതുവിൽ ഇത്തരം വിഷയങ്ങളെ ഒരു ഇസ്ലാമിക് പേഴ്സ്പെക്റ്റീവിലൂടെ, ഇസ്ലാമിക കാഴ്ചപ്പാടിലൂടെ നോക്കാൻ ശ്രമിക്കാറില്ല. കാരണം രാഷ്ട്രീയം അങ്ങനെ നോക്കേണ്ട കാര്യമല്ല എന്ന ഒരു തോന്നലുണ്ട്. ആ ഖുത്ബ നമ്മൾ അവസാനിപ്പിച്ചത് തന്നെ വിശ്വാസിക്ക് മതം, രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു സെപ്പറേഷൻ ഇല്ല. എല്ലാ വിഷയത്തെയും ഒറ്റ ക്യാൻവാസിൽ കണ്ടുകൊണ്ട് മാത്രമേ, ഇസ്ലാമിക് പേഴ്സ്പെക്റ്റീവിലൂടെ, ഇസ്ലാമിക വീക്ഷണകോണിലൂടെ മാത്രമേ ഒരു നമസ്കാരക്കാരൻ തൻ്റെ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന സകല പ്രശ്നങ്ങളെയും നോക്കി കാണാൻ പാടുള്ളൂ. അതാണ് ഇസ്ലാം, അതാണ് ശരി, അതാണ് തഖ്വയുടെ ഏറ്റവും അടുത്തത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, സന്ദീപ് വാര്യരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വർഗീയ ഫാസിസത്തിൻ്റെ, ഹിന്ദുത്വ വംശീയ ഫാസിസത്തിൻ്റെ വാക്താവായി, നാവായി, പ്രത്യേകിച്ച് ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾക്കെതിരെ, അതിലും പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷത്തിനെതിരെ അതിശക്തമായി വിഷം ചീറ്റിക്കൊണ്ടിരുന്ന ഒരാളാണ് ഈ സന്ദീപ് വാര്യർ എന്ന് പറയുന്നത്. അദ്ദേഹം ആ ആശയം വിട്ട് കോൺഗ്രസിൽ മെമ്പർഷിപ്പ് എടുത്തത് രാജ്യത്തെ സ്നേഹിക്കുന്ന, മതനിരപേക്ഷതയെ സ്നേഹിക്കുന്ന, മതേതരത്വത്തെ സ്നേഹിക്കുന്ന, മതസൗഹാർദ്ദത്തെ സ്നേഹിക്കുന്ന, രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ, ജാതി മത ഭേദമന്യേ ഇതിനൊക്കെ സ്നേഹിക്കുന്ന ഏതൊരാളും സന്തോഷം പ്രകടിപ്പിക്കേണ്ട ഒരു കാര്യമാണത്. സ്വാഗതം ചെയ്യേണ്ട കാര്യമാണ് സന്ദീപ് വാര്യരുടെ കോൺഗ്രസിലേക്കുള്ള പ്രവേശനം. ഞാൻ പറയുന്നത്, സന്ദീപ് വാര്യർ വന്നത് ഇപ്പോൾ കോൺഗ്രസിലാണ്. അദ്ദേഹം കോൺഗ്രസിൽ വരുന്നതിന് പകരം CPM-ലേക്കാണ് പോയതെങ്കിൽ, CPI-യിലേക്കാണ് പോയതെങ്കിലും മതനിരപേക്ഷത ആഗ്രഹിക്കുന്ന, അതുപോലെ തന്നെ ഇന്ത്യയിൽ മതേതരത്വം നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന, ഹിന്ദുത്വ വംശീയത ഇവിടെ വളരാൻ പാടില്ല എന്ന് വിചാരിക്കുന്ന ഏതൊരാളും അതിലും സന്തോഷം പ്രകടിപ്പിക്കണം. അദ്ദേഹം CPM-ൽ പോയാലും CPI-യിൽ പോയാലും മുസ്ലിങ്ങളടക്കം ഏത് പാർട്ടിക്കാരാണ് എന്നുള്ള നിലക്കല്ല, ഏത് പാർട്ടിക്കാരനായ മുസ്ലിമും, ഏത് പാർട്ടിക്കാരനായ മതനിരപേക്ഷവാദിയും ഈ സന്ദീപ് വാര്യർ CPI-യിലേക്കോ CPM-ലേക്കോ കോൺഗ്രസിലേക്കോ പോയാലും നമ്മളതിനെ സ്വാഗതം ചെയ്യേണ്ടതാണ്, അതിൽ സന്തോഷിക്കേണ്ടതാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ കാരണമേ ഉള്ളൂ. അഥവാ ഇന്ത്യൻ മതേതരത്വത്തെ, ഇന്ത്യൻ ജനാധിപത്യത്തെ, ഇന്ത്യൻ ഭരണഘടനയെ, ഇന്ത്യൻ മതസൗഹാർദ്ദത്തെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ ശ്രമിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് ഒരാൾ വഴിമാറി സഞ്ചരിക്കാൻ, തിരുത്തി വരാൻ തയ്യാറാകുമ്പോൾ അയാളെ ചേർത്ത് പിടിക്കുകയാണ് സർവാത്മന ഏതൊരാളും ചെയ്യേണ്ടത്, എസ്പെഷ്യലി മുസ്ലിങ്ങൾ ചെയ്യേണ്ടത്. അതിനത്രേ ന്യായമുള്ളൂ. അതിനപ്പുറത്ത് നമ്മളൊന്നും ചിന്തിക്കേണ്ടതില്ല. അത് തന്നെയാണ് അതിൻ്റെ ന്യായം, അയാളെ ചേർത്ത് പിടിക്കാൻ. അത് മുസ്ലിം സമൂഹത്തിന് സാധിക്കും, അതിന് തടസ്സങ്ങളൊന്നുമില്ല. പക്ഷെ ദൗർഭാഗ്യവശാൽ നമ്മുടെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് അത് വേണ്ടത്ര രസിച്ചില്ല. അവർ പറയുന്നത് പാർട്ടി വിട്ടു എന്നേ ഉള്ളൂ, അതിനപ്പുറം ആശയം, ഹിന്ദുത്വ ആശയം വിട്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ കാല അദ്ദേഹത്തിൻ്റെ FB പോസ്റ്റുകളൊക്കെ പൊടി തട്ടിയെടുത്ത് പരസ്യമായിട്ടും അല്ലാതെയുമായിട്ടും അദ്ദേഹത്തിൻ്റെ വരവിനെ അംഗീകരിക്കാൻ കഴിയില്ല, വിശ്വസിക്കാൻ കഴിയില്ല എന്നുള്ള രൂപത്തിലാണ് ഇടതുപക്ഷ പ്രൊഫൈലുകളും ഉത്തരവാദിത്വപ്പെട്ട മന്ത്രിമാരടക്കം ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇവിടെ പറയുന്നത് പാർട്ടി വീക്ഷണമൊന്നുമല്ല, നമ്മളിവിടെ പറയുന്നത് ഇസ്ലാമിക വീക്ഷണമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആളുകൾക്ക് എന്ത് തോന്നിയാലും, പാർട്ടിക്കാർക്ക് എങ്ങനെ തോന്നിയാലും, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സന്ദീപ് വാര്യരുടെ ഇപ്പോഴത്തെ വരവ്, ഞാൻ അടിവരയിട്ട് പറയുന്നു, അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസിലാണ് വന്നിട്ടുള്ളത്. അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസിൽ വന്നതിന് പകരം CPI-യിലേക്ക് പോയാലും CPM-ലേക്ക് പോയാലും നമ്മളത് സ്വാഗതം ചെയ്യണം. നാളെ ഇനി വേറെ ഏതെങ്കിലും സംഘപരിവാരകാരൻ CPM-ലേക്ക് പോയി, നമ്മൾ ഇതുപോലെ തന്നെ അതിനെ സ്വാഗതം ചെയ്യണം.
ഒറ്റ ന്യായമേ ഉള്ളൂ, അദ്ദേഹം സംഘപരിവാർ പ്രത്യയശാസ്ത്രം ഉപേക്ഷിച്ചിരിക്കുന്നു, അതിൽ നമ്മൾ സന്തോഷവാന്മാരാണ്. പിന്നെ അയാൾ ഏത് പാർട്ടിയിലേക്ക് പോയി എന്നുള്ളത് ഇന്നത്തെ സമകാലീന സാമൂഹിക ഇന്ത്യൻ സാഹചര്യത്തെ മനസ്സിലാക്കുന്ന ഒരാൾക്കും വേവലാതി ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരാൾ വന്നു കഴിയുമ്പോൾ അയാളുടെ ആത്മാർത്ഥത അളക്കാനുള്ള, ഇഖ്ലാസ് അളക്കാനുള്ള യന്ത്രമൊന്നും നമ്മുടെ കയ്യിലില്ല. മെറ്റൽ ഡിറ്റക്ടർ പോലെ ഒരു മെൻ്റൽ ഡിറ്റക്ടർ ഒന്നും നമ്മുടെ കയ്യിലില്ല അയാളുടെ ആത്മാർത്ഥത അളക്കാൻ. അങ്ങനെ ആത്മാർത്ഥത അളന്നുകൊണ്ട് ഒരാളെയും നമുക്ക് സ്വീകരിക്കാനും കഴിയില്ല ജീവിതത്തിൽ ഒരിക്കൽ. അദ്ദേഹം പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്, ആ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ വിശ്വസിക്കുക. ഇനി അദ്ദേഹം അതിനോട് എത്ര ആ പറഞ്ഞ സംഗതികളോട് എത്രമാത്രം നീതിപൂർണമാണ് സമീപിക്കുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അത്രേ സാധിക്കുള്ളൂ. അതിനപ്പുറം ഇപ്പോൾ മനസ്സ് കീറി പരിശോധിച്ച് അദ്ദേഹത്തിൻ്റെ ഇഖ്ലാസ് മനസ്സിലാക്കാനുള്ള ഒരു വൈദ്യശാസ്ത്ര ഉപകരണങ്ങളും നമ്മുടെ കയ്യിലില്ല. അദ്ദേഹം പറഞ്ഞത് വിശ്വസിക്കാനേ സാധിക്കുള്ളൂ. അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെതായി വന്ന ഒരു കുറേ സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്. നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. അദ്ദേഹത്തോട് മീഡിയ വണ്ണിൻ്റെ റിപ്പോർട്ടറായിട്ടുള്ള അജിംസ് അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ്, BJP വിട്ട് RSSൽ ചേർന്ന് അത് ശരിയാണ്? RSS വിട്ടോ? BJP വിട്ട് പിന്നെ കോൺഗ്രസിൽ ചേർന്നു, RSS വിട്ടോ താങ്കൾ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം കൊടുക്കുന്ന മറുപടി, ഞാൻ സംഘ് പരിവാറിൻ്റെ മുഴുവൻ പ്രത്യയശാസ്ത്രങ്ങളും ഉപേക്ഷിച്ചതിന് ശേഷമാണ് ഞാൻ കോൺഗ്രസിൽ അംഗത്വം എടുത്തത്. അതിൻ്റെ എല്ലാ സംഗതികളും പ്രത്യയശാസ്ത്രങ്ങളും ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ അവിടെ വന്നിട്ടുള്ളതെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ അജിംസ് അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ്, BJPയോടുള്ള സംഘടനാ വിരോധം RSSനോടും താങ്കൾക്കുണ്ടോ? പലരും അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത്, പ്രത്യേകിച്ച് ഇടതുപക്ഷ പ്രൊഫൈലുകൾ പറഞ്ഞത്, മന്ത്രിമാർ പറഞ്ഞത്, അദ്ദേഹം BJPയെ വിട്ടിട്ടുള്ളൂ, RSS വിട്ടിട്ടില്ല എന്നാണ്. അദ്ദേഹത്തിനോട് ഇദ്ദേഹം ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി, ഞാൻ ഇന്നുവരെ പിന്തുടർന്ന RSSൻ്റെയും BJPയുടെയും എല്ലാ ആശയങ്ങളും പൂർണ്ണമായും എന്നിൽ നിന്ന് പറിച്ചു മാറ്റിയിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്, കോൺഗ്രസിൻ്റെ ഭാഗമായി ഞാൻ ചേർന്നിട്ടുള്ളത് എന്ന് അദ്ദേഹം പറയുകയാണ്. അതുപോലെ തന്നെ മാതൃഭൂമി റിപ്പോർട്ടർ അദ്ദേഹത്തോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഗോൾവാൾക്കറുടെ പ്രത്യയശാസ്ത്രത്തെ സന്ദീപ് അപ്പോൾ തള്ളിപ്പറയുന്നു അല്ലേ എന്ന് ചോദിക്കുമ്പോൾ സന്ദീപ് വാര്യർ പറയുന്ന മറുപടി, ഞാൻ പറഞ്ഞല്ലോ, ഇതുവരെ ഞാൻ പിന്തുടർന്ന എല്ലാ പ്രത്യയശാസ്ത്രങ്ങളും ഉപേക്ഷിച്ചുകൊണ്ടും തള്ളിപ്പറഞ്ഞുകൊണ്ടുമാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ മാതൃഭൂമി റിപ്പോർട്ടർ വീണ്ടും അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഹിന്ദുത്വയെ തള്ളിപ്പറഞ്ഞാണ് സന്ദീപ് കോൺഗ്രസിൽ വന്നത്, അത് തെറ്റാണെന്നുള്ള ബോധ്യം താങ്കൾക്കുണ്ടോ എന്ന് മാതൃഭൂമി റിപ്പോർട്ടർ ചോദിക്കുമ്പോൾ സന്ദീപ് പറയുന്ന മറുപടി, 100% ബോധ്യത്തോടു കൂടിയാണ് ഞാൻ വന്നിട്ടുള്ളത്. ഞാൻ ഇതുവരെ തുടർന്ന നിലപാട് തെറ്റായിരുന്നു എന്ന് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ കോൺഗ്രസിൽ വന്നത്. അവസാനം അദ്ദേഹം കോൺഗ്രസിൽ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് ഒരു കുറേ മാധ്യമങ്ങളോട് അദ്ദേഹം തുറന്നു പറഞ്ഞൊരു കാര്യം, അങ്ങേ അറ്റത്തെ വെറുപ്പും വിദ്വേഷവും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറിയിൽ ഇത്രകാലം ജോലിയെടുത്തു എന്ന ജാള്യതയാണ് ഇപ്പോൾ എന്നെ പേറുന്നത് എന്ന് അദ്ദേഹം പറയുകയാണ്. ഇതിൽ കൂടുതൽ എന്താണ് ഒരു മനുഷ്യൻ തുറന്നു പറയുക? എന്നിട്ടും അദ്ദേഹം വന്നിട്ടില്ല എന്ന് പറയുന്നവർക്ക് പൊളിറ്റിക്കലി വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ടാകാം. അതിന് വിശ്വാസ്യത പേരേണ്ട കാര്യമൊന്നുമില്ല. നമസ്കാരക്കാരൻ അവർ ഏത് പാർട്ടി ആയാലും, ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടിയെ കുറിച്ചല്ല പറയുന്നത്. നമ്മളിവിടെ ഒരു പാർട്ടിക്കും പിന്തുണ കൊടുക്കാനല്ല മെമ്പറിൽ കയറി നിൽക്കുന്നത്. അത് കോൺഗ്രസ് ആയാലും CPM ആയാലും വെൽഫെയർ പാർട്ടി ആയാലും SDPI ആയാലും മുസ്ലിം ലീഗ് ആയാലും ആരായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാര്യങ്ങളെ നോക്കിക്കാണേണ്ടത് ഇസ്ലാമിക് പെർസ്പെക്റ്റീവിലൂടെയാണ്, നീതിയുടെ ആംഗിളിലൂടെയാണ്. ഇതിന് നമ്മെ നയിക്കേണ്ട വിശുദ്ധ ഖുർആനിലെ അടിയാധാരമായി വർത്തിക്കേണ്ട ഒരു വേദവാക്യമുണ്ട്. അതായിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ ശീലം. പല തവണ നമ്മൾ മിമ്പറിൽ നിന്നത് പറയുന്നതാണ്, ഇനിയും പറയും. 5-ാം അധ്യായം 8-ാം സൂക്തം, മാഇദയിലെ 8-ാമത്തെ വാചകം. നമ്മുടെ കൂടപ്പിറപ്പായി നമ്മുടെ ഒപ്പം സഞ്ചരിക്കേണ്ട വിശുദ്ധ ഖുർആനിലെ ഒരു വാക്യമാണ് ജീവിതത്തിൽ ഉടനീളം, പ്രത്യേകിച്ച് പൊളിറ്റിക്സിന്റെ കാര്യത്തിൽ. യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ലില്ലാഹി ശുഹദാ ബിൽ ഖിസ്ത് വലാ യജ്രിമന്നകും ശനാനു ഖൗമിൻ അലാ അല്ലാ തഅദിലു ഇഅദിലു ഹുവ അഖ്റബു ലിത്തഖ്വ വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. ഹേ സത്യവിശ്വാസികളെ,
കൂനു ഖവ്വാമീന ലില്ലാഹി ശുഹദാ ബിൽ ഖിസ്ത്, അള്ളാഹുവിന് വേണ്ടി നിലകൊണ്ടുകൊണ്ട് നിങ്ങൾ നീതിക്ക് സാക്ഷ്യം വഹിക്കണം, നീതിയുടെ വാക്താക്കളായി നിങ്ങൾ മാറണം. ഒരു ജനവിഭാഗത്തോടുള്ള വിരോധം അല്ലെങ്കിൽ ഒരു ജനവിഭാഗത്തിന് നമ്മളോടുള്ള വിരോധം നീതി പറയുന്നതിനും നീതി പ്രസംഗിക്കുന്നതിനും നീതി പ്രവർത്തിക്കുന്നതിനും നിങ്ങൾക്ക് തടസ്സമായി മാറരുത്. ഈ ഒരു സമീപനം ഉണ്ടല്ലോ, അഖ്റബുലി തഖ്വ, തഖ്വയോട് സൂക്ഷ്മതയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതാണ് ഈ സമീപനം. വത്തഖുല്ലാ, അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും, അത് രാഷ്ട്രീയത്തിലാണെങ്കിലും അതല്ലാത്ത ഇടങ്ങളിലാണെങ്കിലും, അത് ആത്മീയമാണെങ്കിലും അത് ഭൗതികമാണെങ്കിലും, അത് മതപരമാണെങ്കിലും അത് മതനിരപേക്ഷപരമാണെങ്കിലും, നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ അവസാനം പറയുന്ന അള്ളാഹു ആയത്തുകളുടെ അവസാനം പറയുന്നത് വെറുതെ കേൾക്കാൻ ഒരു രസത്തിന് വേണ്ടിയിട്ടല്ല, കാര്യങ്ങളുടെ ഗൗരവം ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. അല്ലാതെ വെറുതെ ഇത് എവിടെയെങ്കിലും കൊണ്ടുപോയി പറഞ്ഞു പോയല്ലോ, ഇനി എവിടെയെങ്കിലും കൊണ്ടുപോയി അവസാനിപ്പിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ എന്നൊന്നും പറഞ്ഞതല്ല. മറിച്ച് നിങ്ങൾ എവിടെ എന്ത് കാണിച്ചാലും ഞാനതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. CC ക്യാമറ സർവൈലൻസിലാണ് നിങ്ങൾ ഉള്ളത് എന്ന് പറയുന്നത് പോലെ എൻ്റെ നിരീക്ഷണത്തിലാണ് നിങ്ങൾ ഉള്ളത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഈ വാക്യമുണ്ടല്ലോ, ഈ വാചകമുണ്ടല്ലോ, നമ്മൾ എപ്പോഴും ജീവിതത്തിൽ ഓർത്തിരിക്കണം. നമ്മെ നയിക്കേണ്ടതും നിയന്ത്രിക്കേണ്ടതും ഈ ഖുർആനിലെ ആയത്തായിരിക്കണം. ഈ ഖുർആനിലെ ആയത്തായിരിക്കണം. നമ്മൾ നമസ്കരിച്ചത് കൊണ്ടോ നോമ്പ് പിടിച്ചത് കൊണ്ടോ ഹജ്ജ് ചെയ്തുകൊണ്ടോ ഉംറ ചെയ്തതുകൊണ്ടോ ഇതൊക്കെ ബലവത്താകണമെങ്കിൽ നമ്മുടെ ദൈനംദിന ഇടപാടുകളിൽ നമ്മൾ അതിൽ നീതി എന്ന് പറയുന്നത് കാത്തു സൂക്ഷിക്കണം, എസ്പെഷ്യലി പൊളിറ്റിക്സിൽ. പക്ഷേ നമുക്കത് കഴിയാറില്ല. പൊളിറ്റിക്സിലേക്ക് വരുമ്പോൾ നമ്മൾ അതെൻ്റെ പാർട്ടി, അതെനിക്കിഷ്ടം പോലെ, അവിടെ ഒന്നും അല്ല നോക്കൂല, അതൊക്കെ ആ ഭാഗത്തേക്ക് തന്നെ അല്ല വരില്ല എന്ന തോന്നലിൽ നമ്മൾ ഇരിക്കരുത്. അപ്പോൾ നമ്മൾ ആ കാര്യത്തിലൂടെ നോക്കുമ്പോൾ സന്ദീപ് വാര്യരുടെ ഈ വരവിനെ നമ്മൾ സ്വാഗതം ചെയ്യണം. ഞാൻ പറയുന്നു, നിങ്ങൾ CPM കാരനാണെങ്കിലും സ്വാഗതം ചെയ്യണം, നിങ്ങൾ മുസ്ലിം ലീഗുകാരനാണെങ്കിലും സ്വാഗതം ചെയ്യണം, SDP കാരനാണെങ്കിലും സ്വാഗതം ചെയ്യണം, വെൽഫെയർ പാർട്ടിക്കാരനാണെങ്കിലും സ്വാഗതം ചെയ്യണം, കോൺഗ്രസ്സുകാർ ആരാണെങ്കിലും സ്വാഗതം ചെയ്യണം. അതിന് നമുക്ക് വേറെ ഒരു ബാരിയറും തടസ്സമാകേണ്ടതില്ല. എന്തിന് തടസ്സമാകണം? പിന്നെ ഇനി ഒരാൾ കോൺഗ്രസ്സിലേക്ക് വന്നാൽ അയാളെ വിശ്വസിക്കണമെങ്കിൽ അയാൾ തിരുവനന്തപുരത്ത് AKG സെന്ററിൽ പോയി പത്രപ്രസ്താവന നടത്തണം എന്ന് പറയുന്നത് ന്യായമല്ല, നീതിയല്ല. നാളെ ഒരാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്ന് ചേർന്നു, അയാളുടെ ആത്മാർത്ഥത അംഗീകരിക്കണമെങ്കിൽ അയാൾ എന്ത് വേണം? KPCC ഓഫീസിലും പോയി അതുപോലെ തന്നെ ലീഗ് ഹൗസിലും പോയി അയാൾ പത്രപ്രസ്താവന നടത്തിയാൽ മാത്രമേ, മാധ്യമങ്ങളെ കണ്ടാൽ മാത്രമേ ഞങ്ങൾ വിശ്വസിക്കൂ എന്ന് പറയുന്നതും ഭൂഷണമല്ല, അതൊന്നും ഒരു ന്യായമല്ല. ഒരാൾ പറഞ്ഞു ഞാൻ ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് ഞാൻ വന്നിട്ടുള്ളത് എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാനേ ഒരു സത്യവിശ്വാസിക്ക് ബാധ്യതയുള്ളൂ. അതിനപ്പുറം ചിലപ്പോൾ അയാൾ കാപട്യത്തിന്റെ മനസ്സുമായിട്ടായിരിക്കാം വന്നിട്ടുള്ളത്. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം അത് നമുക്കപ്പോൾ പറയാനുള്ള ഒരു വോയിസ് ഇല്ല. കാരണം അയാൾ വന്നിട്ടേ ഉള്ളൂ, മണിക്കൂറുകളെ ആയിട്ടുള്ളൂ, ദിവസങ്ങളെ ആയിട്ടുള്ളൂ. ഇനി അത് അയാളുടെ വർത്തമാനങ്ങളിലൂടെയും പെരുമാറ്റങ്ങളിലൂടെയും ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെയും അദ്ദേഹം അത് തെളിയിക്കും. അത് പറയുമ്പോൾ നമുക്ക് അപ്പോൾ ഇടപെടാം, അത്രയേ ഉള്ളൂ. ഇത് അദ്ദേഹം പറഞ്ഞത്, ഇപ്പം ഈ പറച്ചിൽ മുഴുവൻ പറഞ്ഞത് സ്വകാര്യമായിട്ട് KPCC പ്രസിഡന്റിനോടും പ്രതിപക്ഷ നേതാവിനോടും ആണെങ്കിൽ ഇതൊന്നും വിശ്വസിക്കാൻ നമ്മൾ നടക്കേണ്ട കാര്യമല്ല. ഇത് അദ്ദേഹം പറഞ്ഞത് KPCC പ്രസിഡന്റിനോട് സ്വകാര്യമായിട്ട്, അതേപോലെ തന്നെ പ്രതിപക്ഷ നേതാവിനോട് സ്വകാര്യമായിട്ട് പറഞ്ഞതല്ല, മൊത്തം ചാനലുകളിലൂടെ പൊതുസമൂഹത്തോട്, ലോകത്തോട് അദ്ദേഹം പറഞ്ഞതാണ്. ഇത് വിശ്വസിക്കലാണ് ഈമാനുള്ള ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയുള്ളൂ. പാർട്ടിക്കാർക്ക് പലതും പറയാം, അങ്ങനെ പാർട്ടിക്കാർ പറയുന്നതിൻ്റെ ഒന്നും പുറകെ പോകേണ്ട ആളുകളല്ല വിശ്വാസി. ആ വന്ന സംഗതി ശരിയോ തെറ്റോ എന്ന് നോക്കണം. എൻ്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് എല്ലാം ഇല്ലാഹി റബ്ബിൽ ആലമീൻ, കൈകെട്ടി നമ്മൾ പറയാറില്ലേ, എല്ലാം നിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി എന്ന് പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ താല്പര്യം എത്രത്തോളം നിലനിൽക്കുന്നു എന്ന് നോക്കിയിട്ട് വേണം കാര്യങ്ങളെ സമീപിക്കാൻ. ആരാണെങ്കിലും, ഏത് പാർട്ടിക്കാരനാണെങ്കിലും അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനു പകരം ഒരേ ഡ്രസ്സ് തന്നെ ഞാനിടുമ്പോൾ അത് വള്ളിനിക്കറാണ്, നിങ്ങളിടുമ്പോൾ അത് ബർമുഡയാണ്, അല്ലെങ്കിൽ നിങ്ങളിടുമ്പോൾ അത് വള്ളി ട്രൗസറാണ്, ഞാനിടുമ്പോൾ അത് ബർമുഡയാണ്. ഈ സമീപനം, ഈ വൈരുദ്ധ്യാത്മക സമീപനം നമ്മൾ സ്വീകരിക്കരുത്. ആ ഡ്രസ്സ് നിങ്ങളിട്ടാലും ഞാനിട്ടാലും ബർമുഡയാണ്, അല്ലെങ്കിൽ നിങ്ങളിട്ടാലും ഞാനിട്ടാലും വള്ളി നിക്കറാണ്. അത് നിങ്ങളിടുമ്പോൾ വള്ളി നിക്കറും ഞാനിടുമ്പോൾ ബർമുഡയാവുന്നത് എങ്ങനെയാണ്? ആ സമീപനം നമ്മൾ സ്വീകരിക്കരുത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ ഇതിന് കാണാൻ സാധിക്കും. വളരെ പ്രസക്തമായ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു സംഭവം ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിലും
ഇമാം മുസ്ലിം അദ്ദേഹത്തിൻ്റെ സ്വഹീഹിലും, എന്ന് പറഞ്ഞാൽ മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള സംഭവമാണ്. ഉസാമ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഞങ്ങളെ അൽ ഹുറക്ക ഗോത്രത്തെ നേരിടാൻ വേണ്ടി അള്ളാഹുവിൻ്റെ റസൂൽ നിയോഗിച്ചു. അങ്ങനെ നിയോഗിച്ച് ഞങ്ങൾ അവരെ നേരിട്ടു. അക്കൂട്ടത്തിൽ ഒരാൾ ഓടിപ്പോയപ്പോൾ ഞാനും ഒരു അൻസാരിയും കൂടി അയാളെ നേരിട്ടു. അയാളെ പിന്തുടർന്നു. ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു സംഭവമാണ്. അദ്ദേഹത്തിനെ പിന്തുടർന്നു. ഞങ്ങൾ അദ്ദേഹത്തിനെ ഒരു സ്ഥലത്ത് വെച്ച് വളഞ്ഞു. വളഞ്ഞതോടുകൂടി അദ്ദേഹം ഒരു മരത്തിൻ്റെ മറവിൽ ഒളിച്ചു. ഒളിച്ചപ്പോൾ കൊല്ലപ്പെടും എന്ന് ഉറപ്പായപ്പോൾ, നമ്മുടെ ഭാഷയിൽ കൊല്ലപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിച്ചു. എന്നിട്ട് ഉസാമ പറയുകയാണ്, ഇത് പറഞ്ഞതോടുകൂടി എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അൻസാരി പെട്ടെന്ന് പിൻവാങ്ങി. അതേസമയം ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുന്തം കൊണ്ട് അയാളുടെ ശരീരത്തിൽ ആഞ്ഞു കുത്തുകയും അയാൾ കൊല്ലപ്പെടുകയും ചെയ്തു. ഇത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് അറിഞ്ഞു. അങ്ങനെ ഈ ദൗത്യവും കഴിഞ്ഞ് ഞങ്ങൾ പ്രവാചകൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ പ്രവാചകൻ ചോദിച്ചു, ഉസാമ, താങ്കൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിച്ച ആളെ കൊന്നുകളഞ്ഞോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, ഞാൻ കൊന്നത് അയാൾ പേടിച്ചിട്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയത്. ഇവിടെ ഇരിക്കണേ, ഞാൻ ഈ സംഭവം പറഞ്ഞ ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? അതുകൊണ്ടല്ല അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത് പറയാൻ കഴിയുമോ? സാഹചര്യത്തിൻ്റെ തെളിവുകളെല്ലാം അതുകൊണ്ടാണ്, പേടിച്ചിട്ടാണ് അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത് എന്നല്ലേ സാഹചര്യ തെളിവ് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. എന്നിട്ടും അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉസാമ, നീ അങ്ങനെ ചെയ്തോ? മറ്റൊരു റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ കഴിയും, ഉസാമ, താങ്കൾക്ക് ആ ഹൃദയം ഒന്ന് കീറി നോക്കായിരുന്നില്ലേ അദ്ദേഹം പറഞ്ഞത് ശരിയാണോ അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ പൊട്ടിത്തെറിച്ചു. ആവർത്തിച്ചുകൊണ്ടിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ, കൊന്നല്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിച്ച ആളെ കൊന്നല്ലേ എന്ന് റസൂൽ പറഞ്ഞുകൊണ്ടേയിരുന്നു. അവസാനം ഉസാമ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ആ ദിവസത്തിന് ശേഷം ഞാൻ ഇസ്ലാം സ്വീകരിച്ചാൽ മതിയായിരുന്നു എനിക്ക് തോന്നിപ്പോയി. അതിനുശേഷം ഇസ്ലാം സ്വീകരിച്ചാൽ മതിയായിരുന്നു എന്നെനിക്ക് തോന്നുമാർ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വാചകം ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, സാഹചര്യ തെളിവുകളെല്ലാം അയാൾ പേടിച്ചിട്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിച്ചത് എന്ന് വിശ്വസിക്കാൻ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ വിട്ടേക്കുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ വിട്ടേക്കുക. ഇനി അയാളുടെ മനസ്സൊന്നും തുറന്ന് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല, അത് സന്ദീപിൻ്റെ നോക്കേണ്ട കാര്യമില്ല. പാർട്ടിക്കാർക്ക് പലതും വിളിച്ചു പറയാം, വിശ്വാസിക്ക് അങ്ങനെ വിളിച്ചു പറയാൻ കഴിയില്ല, ആരാണെങ്കിലും. അപ്പോൾ ഇതുപോലെ സംഭവം ബുഖാരിയിൽ മുസ്ലിമിൽ വേറെയും കാണാം, വേറെയും സംഭവമുണ്ട്. സമയത്തിൻ്റെ പരിമിതി കൊണ്ട് നമ്മളത് പറയുന്നില്ല. അപ്പം അതൊന്ന് പറയണം, നിനക്കൊന്ന് തുറന്നു നോക്കായിരുന്നില്ലേ അദ്ദേഹം പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്ന്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഹിന്ദ്, മഹാനായ ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ വധിക്കാൻ വേണ്ടി ആസൂത്രണം ചെയ്ത ആളാണ് ഹിന്ദ് എന്ന് പറയുന്നത്. ആ ഹിന്ദിനെ സ്വീകരിച്ചതാണ് ഇസ്ലാം. ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊലപ്പെടുത്തിയ ആ പദ്ധതി ആസൂത്രണം ചെയ്ത ഹിന്ദിനെ സ്വീകരിച്ച മതമാണ് ഇസ്ലാം, ഐഡിയോളജിയാണ് ഇസ്ലാം. അതാണ് ഇസ്ലാമിക മുസ്ലിം പാരമ്പര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം പ്രവാചകനെ വകവരുത്താൻ വന്നയാളാണ്. അങ്ങനെ വകവരുത്താൻ വന്ന സന്ദർഭത്തിൽ ആണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കാൻ സന്നദ്ധമാകുന്നത്. അദ്ദേഹം മാധ്യമങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല, ഇന്നത്തെ പോലെ അദ്ദേഹം ചാനലുകാരെ വിളിച്ചുകൂട്ടി പറഞ്ഞിട്ടില്ല, പത്രങ്ങളോട് പറഞ്ഞിട്ടില്ല ഞാൻ ഇസ്ലാം സ്വീകരിക്കാൻ പോവുകയാണ്. സന്ദീപ് പറഞ്ഞതുപോലെ ഞാൻ മുന്നത്തതെല്ലാം ഉപേക്ഷിക്കുകയാണ്, എല്ലാ മക്കയിലെ ഗോത്രത്തിൻ്റെ എല്ലാ ശിർക്കൻ സംവിധാനങ്ങളെയും ഞാൻ കൈയൊഴിയുകയാണെന്ന് പറഞ്ഞിട്ടില്ല. പകരം പ്രവാചകന്റെ സവിധത്തിലേക്ക് വരികയാണ്. ആ ഉമറുൽ ഫാറൂഖിനെ സ്വീകരിച്ചതാണ് ഇസ്ലാം. അവിടെ പ്രവാചകൻ അവിടെ നിൽക്ക്, ഞാൻ ഇഖ്ലാസ് ടെസ്റ്റ് ഒന്ന് നടത്തിക്കോട്ടെ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞില്ല. ഞാൻ ആത്മാർത്ഥ ടെസ്റ്റ് ഒന്ന് നടത്തിക്കോട്ടെ, ആ മെന്റൽ ഡിറ്റക്ഷൻ ഞാനൊന്ന് ചെയ്തോട്ടെ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞില്ല. പറയേണ്ട കാര്യമില്ല, കാരണം അത് പിന്നീട് തെളിയിക്കേണ്ടതാണ്, അത് പിന്നീട് പ്രവൃത്തി പദത്തിൽ തെളിയിക്കേണ്ടതാണ്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയുമോ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു വിശുദ്ധ ഖുർആനിൽ 4-ാം അധ്യായത്തിൽ 145 ഒരു വചനമുണ്ട്. ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ, മുനാഫിക്കുകൾ, കപടന്മാർ, ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ, നരകത്തിന്റെ അടിത്തട്ടിലാണ് ചെന്ന് കിടക്കുക എന്ന് പറഞ്ഞ ഈ മുനാഫിക്കുകളെ പോലും അള്ളാഹുവിൻ്റെ റസൂൽ അവരിൽ പലരുടെയും പേര് കൃത്യമായിട്ട് അറിയാമായിരുന്നിട്ടും ആ പ്രവാചകൻ അവരെ മാറ്റി നിർത്തിയില്ല.
ആ പ്രവാചകൻ അവരെ ചേർത്ത് നിർത്തുകയാണ് ചെയ്തത്. കാപട്യത്തിന്റെ മനസ്സോടുകൂടി നിൽക്കാൻ സന്നദ്ധതയുള്ള ആളുകളെ പോലും അവരുടെ ഇഖ്ലാസ് ടെസ്റ്റ് നടത്താതെ അള്ളാഹുവിന്റെ റസൂൽ അവരെ ചേർത്ത് നിർത്തി. അതാണ് ഇസ്ലാം, അതാണ് ഇസ്ലാമിന്റെ പാരമ്പര്യം. അത് പിന്തുടരലേ നമ്മെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയുള്ളൂ. നമ്മളൊരു കാര്യം ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് മറ്റൊന്നുമല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഹിന്ദുത്വ വംശീയതയുടെ, ഹിന്ദുത്വ വർഗീയതയുടെ ആഴക്കടലിൽ മുങ്ങിക്കുളിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യനെ ഇനിയും എന്നെ വർഗീയവാദി എന്ന് മുദ്ര കുത്തുന്നവർക്ക് ഖലീഫ ഉമറിന്റെ ചരിത്രം അറിയില്ല. നമ്മളൊന്ന് ആലോചിക്കണം. അദ്ദേഹം ഹിന്ദുത്വ വംശീയതയുടെ, വെറുപ്പിന്റെ, വർഗീയതയുടെ ആഴക്കടലിൽ മുങ്ങിക്കുളിച്ചുകൊണ്ടിരുന്ന മനുഷ്യനാണ് അദ്ദേഹം പറയുകയാണ്, ഇനിയും എന്നെ വർഗീയവാദി എന്ന് മുദ്ര കുത്തുന്നവർക്ക് ഖലീഫ ഉമറിന്റെ ചരിത്രം അറിയില്ല. പ്രവാചകനെതിരെ ആക്ഷേപങ്ങളുമായി നടന്നയാളായിരുന്നു ഉമർ. നിലപാട് തിരുത്തി കടന്നു വന്നപ്പോൾ ചേർത്തുപിടിച്ച ഒരു സമുദായത്തെയാണ് ഇവിടെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്ന് ജനങ്ങളോട്, പൊതുസമൂഹത്തോട്, ലോകത്തോട് വിളിച്ചു പറയാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് അയാളെ കൊണ്ടുപോയി എത്തിച്ച പ്രപഞ്ചനാഥനുണ്ട്, സർവേശ്വരനുണ്ട്. ആ അള്ളാഹുവിനാണ് നമ്മൾ 1000 സ്തുതികൾ അർപ്പിക്കേണ്ടത്. അൽഹംദുലില്ലാഹി കതീറ. അത്തരമൊരു മാനസികാവസ്ഥയിലേക്ക് ആ മനുഷ്യനെ കൊണ്ടുപോയി അള്ളാഹു അയാളുടെ മനസ്സിനെ പരിവർത്തിപ്പിച്ചു. ഇത് നമുക്ക് നൽകുന്ന പാഠം, ഏതൊരു മനുഷ്യൻ്റെയും മനസ്സിനെ ആത്യന്തികമായിട്ട് അൾട്ടിമേറ്റ്ലി നിയന്ത്രിക്കുന്നത് പടച്ചതമ്പുരാനാണ്. ഏതൊരു മനുഷ്യനെയും മനസ്സുമാറ്റി, ഏതൊരു മനുഷ്യനും മനസ്സുമാറ്റി വരാനുള്ള സാധ്യതയെ നമുക്ക് പ്രതീക്ഷിക്കാം. അത് നിയന്ത്രിക്കുന്ന അള്ളാഹുവാണ്, അതുകൊണ്ട് അത് പ്രതീക്ഷിക്കാം എന്ന ഒരു പാഠവും കൂടി നമുക്ക് നൽകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മാറ്റവും ചരിത്രത്തിലെ ഉമറിൻ്റെ മാറ്റവും റളിയല്ലാഹു അൻഹു, ഇതൊക്കെ നമുക്ക് നൽകുന്ന പാഠം അതാണ്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇത്തരം കാര്യങ്ങളെ സമീപിക്കുമ്പോൾ, രാഷ്ട്രീയമായിട്ടാണെങ്കിലും അല്ലാതെയും സമീപിക്കുമ്പോൾ, ഒരു നീതിയുടെ പക്ഷത്ത് നിന്നുകൊണ്ട്, ഒരു ഇസ്ലാമിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട്, ഒരു തഖ്വയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് വേണം ഇത്തരം വിഷയങ്ങളെ വിലയിരുത്താൻ. അതിനപ്പുറം പാർട്ടി പക്ഷപാതിത്വത്തിൻ്റെ വളഞ്ഞു പൊളഞ്ഞ കാഴ്ചപ്പാടിലൂടെ നമ്മൾ കാര്യങ്ങളെ സമീപിക്കരുത്. അതുപോലെ മറ്റൊരു സംഗതി, ഇദ്ദേഹം കണ്ട ഉടനെ തന്നെ പോയി പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ കണ്ടു. ആ കണ്ടത് മുഖ്യമന്ത്രിക്ക്, ഞാൻ പറഞ്ഞല്ലോ, മുഖ്യമന്ത്രിക്കും സംഘപരിവാർ ഇടതുപക്ഷത്തിൻ്റെ ആളുകൾക്കും വേണ്ടത്ര പിടിച്ചില്ല. പൊട്ടിത്തെറിക്കുകയാണ് മുസ്ലിം ലീഗിൻ്റെ ആളുകൾ. ചന്ദ്രിക ദിനപത്രം അതിനുവേണ്ടി മാത്രം ഒരു എഡിറ്റോറിയൽ എഴുതി, തങ്ങളെ അളക്കാൻ നിൽക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ വലിയ പ്രഭാഷകനായ KM ഷാജി ആ വിഷയത്തെ നേരിട്ടത് ഇങ്ങനെയാണ്: പാണക്കാട് തങ്ങളുടെ പരിമിതിയെ ദുർബലതയായി കണ്ട് മെക്കിട്ട് കയറാൻ വന്നാൽ കളിക്കുന്നവൻ്റെ ട്രൗസർ അഴിച്ചിട്ടേ വർത്തമാനവും ഏർപ്പാടും നിർത്തൂ. ഞങ്ങളൊക്കെ വെറുതെ ഇരിക്കുകയാണെന്ന വിചാരം ഒരുത്തനും ഉണ്ടാവേണ്ടതില്ല. ഇത് മുഖ്യമന്ത്രിയോട് മാത്രമല്ല പറയുന്നത്. ഇതൊരു രാഷ്ട്രീയമായ ഒരു പ്രതികരണമല്ല, ഇതൊരു തരം ഗുണ്ടായിസമാണ്. ഈ പ്രതികരണം ഒരു തരം ഗുണ്ടാ സ്വഭാവത്തിലുള്ളതാണ്. സാദിഖ് അലി ശിഹാബ് തങ്ങൾ വിമർശനത്തിന് അതീതനാണെന്ന് നമ്മൾ വിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല. ബഹുമാന്യനായ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ്. അദ്ദേഹം ഇലക്ഷൻ കമ്മീഷനിൽ രജിസ്ട്രേഷനുള്ള ഒരു പാർട്ടിയുടെ അമരക്കാരനാണ്. അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന ആളാണ്. മറ്റ് തങ്ങന്മാരെക്കാൾ കൂടുതലായി രാഷ്ട്രീയമായി അഭിപ്രായം പറയുന്ന ഒരാളാണ് ബഹുമാന്യനായ സാദിഖ് അലി ശിഹാബ് തങ്ങൾ. അദ്ദേഹം പറയണം, തങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടിൽ നടക്കുന്ന സംഭവവികാസങ്ങളടക്കം മുഖം തിരിഞ്ഞിരിക്കലല്ല ഒരാളുടെ ദൗത്യം. അദ്ദേഹം പ്രതികരിക്കണം, പറയണം. അദ്ദേഹം പലതും പറയുന്നുണ്ട്. അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മറുപക്ഷത്ത് നിൽക്കുന്ന ആളുകൾ, അത് ബഹുമാന്യനായ മുഖ്യമന്ത്രിയാണെങ്കിലും മറ്റേത് ആളുകളാണെങ്കിലും, രാഷ്ട്രീയമായി അതിനെ നേരിടും. അതിനെ തിരിച്ച് പ്രതികരിക്കേണ്ടത് ജനാധിപത്യ മര്യാദയോടുകൂടിയാണ്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ ആളുകൾ പ്രതികരിക്കുമ്പോൾ കുറച്ചുകൂടി ഒരു നീതിയുടെ, ജനാധിപത്യ മര്യാദയുടെ സ്വരവും മണവും ഒക്കെ അതിനുണ്ടാകേണ്ടതുണ്ട്. അതിന് പകരം വിമർശനത്തിന് അതീതനാണെന്ന് തോന്നുന്ന രൂപത്തിൽ എന്തിനാണ് നമ്മൾ അങ്ങനെയൊക്കെ പറയിക്കുന്നത്?
ഒരു കുറേ ആളുകൾ അല്ലെങ്കിൽ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ജാതിമത ഭേദമന്യേ ആദരിക്കുന്ന ഒരാളാണ്. ഒരുപാട് പ്രശ്നങ്ങൾക്ക് അവിടെ ചെന്ന് പരിഹാരം ഉണ്ടായിട്ടുണ്ട്. നന്മകൾ മാത്രമേ പാണക്കാട് തറവാടിൽ നിന്നുണ്ടായിട്ടുള്ളൂ. ഇതൊക്കെ ശരിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് വിമർശിക്കാൻ പാടില്ല, രാഷ്ട്രീയമായിട്ട് വിമർശിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഇസ്ലാമികമായി നീതീകരിക്കാൻ കഴിയുന്ന സംഗതിയല്ല, ജനാധിപത്യ മര്യാദയുമല്ല അത്. അതേസമയം ബഹുമാനിയായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ആ വിഷയത്തെ കൈകാര്യം ചെയ്ത് രാഷ്ട്രീയ മര്യാദയോടുകൂടിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രതികരണം എടുത്ത് നോക്കി നമുക്ക് മനസ്സിലാവും. നമ്മൾ അങ്ങനെ പ്രതികരിക്കേണ്ടതുള്ളൂ. അതിനപ്പുറത്ത് വിമർശനാതീതനായ ഒരു ബിംബമായി ബഹുമാന്യനായ പാണക്കാട് ശിഹാബ് തങ്ങളെ നമ്മളും കാണേണ്ടതില്ല, പൊതുസമൂഹത്തിൽ നമ്മൾ അങ്ങനെ അവതരിപ്പിക്കേണ്ടതുമില്ല. ഈ ബഹുമാന്യനായ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ഉപ്പാപ്പ സാക്ഷാൽ അഷ്റഫുൽ ഹഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകനെ എക്സ് മുസ്ലിങ്ങളും സംഘപരിവാറുകാരും കപട നാസ്തികരും ഒക്കെ വളഞ്ഞിട്ട് വിമർശിക്കുകയല്ല, വളഞ്ഞിട്ട് നിന്ദിക്കുകയാണ്. ആ കേരളത്തിലാണ് നമ്മളുള്ളത്, ആ രാജ്യത്താണ് നമ്മളുള്ളത്. എന്നിട്ട് നമ്മളെന്താ പറയുന്നത്? നമ്മളപ്പോഴും പറയുന്നത് എന്താണ്? നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിമർശിക്കാനുള്ള അധികാരം എല്ലാവർക്കും ഉണ്ട്, പക്ഷെ നിന്ദിക്കരുത്. അത് ഒരാളെയും പാടില്ല, ഒരാരാധ്യ പുരുഷനെയും പാടില്ല, ഒരു ബഹുമാനിക്കപ്പെടുന്ന ആളുകളെയും പാടില്ല, ഒരു വ്യക്തിയെ പോലും പാടില്ല നിന്ദിക്കാൻ. അത് ചെയ്യാൻ പാടില്ല, വിമർശിക്കാൻ പാടില്ല. നമുക്ക് പറയാൻ പറ്റുമോ? മുഹമ്മദ് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരും വിമർശിക്കരുത് നമുക്ക് പറയാൻ കഴിയുമോ? പറയാൻ കഴിയില്ല. ഈ ലോകത്തെ 180 കോടി മുസ്ലിങ്ങൾ ആദരിക്കുകയും അനുകരിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ഏതുപോലെ തന്നേക്കാൾ ഉപരിയായി മറ്റാരെക്കാളും ഉപരിയായി സ്നേഹിക്കുന്ന സാക്ഷാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിമർശിക്കരുതെന്ന് നമ്മൾ ആരെങ്കിലും പറയുന്നുണ്ടോ ലോകത്തോട്? ഇല്ല. നിങ്ങൾ വിമർശിച്ചോളൂ, അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്, പക്ഷേ നിന്ദിക്കരുത് എന്ന് മാത്രമേ നമ്മൾ അഭ്യർത്ഥിക്കുന്നുള്ളൂ. അപ്പൊ അള്ളാഹുവിന്റെ റസൂലിനെ പോലും വിമർശിക്കാൻ നമ്മൾ അനുവാദം കൊടുക്കുന്നുവെങ്കിൽ ഖുർആനിനെ വിമർശിക്കരുത് നമ്മൾ പറയാറുണ്ടോ? നമ്മൾ പറയാൻ പാടില്ല. അത് പ്രത്യേകിച്ച് ഇതുപോലെ ഒരു ജനാധിപത്യ സമൂഹത്തിൽ നിന്നുകൊണ്ട് ഖുർആനെ വിമർശിക്കരുത് എന്ന് പറയാൻ പാടില്ല. നമ്മൾ അതിനെ ജനാധിപത്യ മര്യാദയോടുകൂടി പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടി ആ വിമർശനത്തെ അഭിമുഖീകരിക്കുകയാണ്, അഡ്രസ് ചെയ്യുകയാണ് വേണ്ടത്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് ഖുർആനെ വിമർശിച്ചാലും ഖലീഫമാരെ വിമർശിക്കരുത് നമുക്ക് പറയാൻ കഴിയുമോ? നമ്മൾ ഒരു ഖുതുബയിൽ നമ്മൾ പറഞ്ഞല്ലോ, നമ്മളവിടെ പറഞ്ഞെന്താണ്? ഖലീഫമാരെ വിമർശിക്കരുതെന്നല്ല, ഖലീഫമാരെ വിമർശിക്കാം, പക്ഷെ പൈശാചികവൽക്കരിക്കരുത് എന്ന് നമ്മൾ പറയുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വിഷയത്തെയൊക്കെ നോക്കിക്കാണേണ്ടത് ഈ രൂപത്തിലാണ്, ഇസ്ലാമികമായിട്ടാണ്. അതുകൊണ്ട് എനിക്ക് എൻ്റെ ഖുതുബ കേൾക്കുന്ന ആളുകളോട് എനിക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ളത്, നമ്മൾ അള്ളാഹുവിനെയും പരലോകത്തെയും ഏറ്റവും വലിയ ദൈവിക മൂല്യമായ നീതിയെയും മറന്നുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയം നമ്മൾ പറയരുത്. ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ നമ്മൾ നിന്നാലും അത് പറയാൻ പാടില്ല. നമുക്ക് പാർട്ടിയും പാർട്ടി നേതാക്കളുമാകരുത് നമ്മുടെ ഇലാഹുകൾ. പടച്ചതമ്പുരാൻ എന്ന് പറയുന്ന സർവേശ്വരനായ അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാകണം നമ്മുടെ ഇലാഹ്. പാർട്ടിയും പ്രത്യയശാസ്ത്രവും ഒന്നും നമ്മുടെ ഇലാഹായി മാറരുത്. നമ്മൾ തന്നെ നമ്മുടെ ഇലാഹായി മാറാൻ പാടില്ല. നമ്മുടെ താല്പര്യങ്ങൾ ഒട്ടുമേ ആകാൻ പാടില്ല. ആ രൂപത്തിലുള്ള രാഷ്ട്രീയം മാത്രമേ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമ്മൾ പറയാൻ പാടുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ വീഴ്ചകൾ പടച്ചതമ്പുരാൻ നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ.